بسم الله الرحمن الرحيم أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون وخلق الله السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ജാസിയയിലെ 21, 22 സൂക്തങ്ങളാണ് ഇന്ന് നാം കൈകാര്യം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കരുണ ചൊരിയുമാറാവട്ടെ. അം ഹസിബ, വിചാരിക്കുന്നുവോ, അല്ലദീന ജിത്തറഹു, കുറ്റം ചെയ്തവർ, അസയ്യിആത്തി, തിന്മകൾ, അൻ നജഅലഹും, നാം അവരെ ആക്കുമെന്ന്, ക പോലെ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരെയും, സവാഉൻ, തുല്യമായ നിലയിൽ, മഹ്യാഹും, അവരുടെ ജീവിതവും, വമമാത്തുഹും, അവരുടെ മരണവും, സാഅ, വളരെ മോശമാണ്, മാ യഹ്കുമൂൻ, അവർ വിധി കൽപ്പിക്കുന്നത്. വ ഖലഖല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു, അസ്സമാവാത്തി, ആകാശങ്ങളെ, വൽ അർള, ഭൂമിയെയും, ബിൽ ഹഖി, കാര്യഗൗരവത്തോടെ, വലിതുജിസ, പ്രതിഫലം നൽകപ്പെടാനാണ്, കുല്ലു, എല്ലാ നഫ്സിൻ, ആത്മാവിനും, ബിമാ കസബത്ത്, അത് സമ്പാദിച്ചതിന്, വഹും, അവർ, ലാ യുല്ലമൂൻ, അനീതിക്ക് ഇരയാക്കപ്പെടുകയില്ല. ഖുർആനാകുന്ന അകക്കാഴ്ചയെക്കുറിച്ചാണ്, ബസ്വീറത്തിനെ കുറിച്ചാണ് മുൻ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ ഖുർആൻ ഹുദയായി സ്വീകരിച്ചാൽ ലഭിക്കുന്നത് സന്മാർഗ ജീവിതമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അഥവാ അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. എന്നാൽ ആ ഹുദ സ്വീകരിക്കാതെ തിന്മയിലൂടെ സഞ്ചരിക്കുന്ന വിഭാഗം ഉണ്ട്. ദുർമാർഗത്തിൽ ആണ്ട് പൂണ്ടു പോയ കൂട്ടർ, അവർ ഒരിക്കലും സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ ഒപ്പം ആവുകയില്ല. ഒരു നിലക്കും അവർ സമന്മാരാവുകയില്ല. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾക്ക് ശേഷം ഇവിടെ നന്മ തിന്മകളെ വേർതിരിച്ച് പറഞ്ഞുകൊണ്ട് ഈ 21-ാം ആയത്ത് മുതൽ പരലോകത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നന്മ തിന്മകളെ ചൂണ്ടിക്കാണിച്ചാണ് അല്ലാഹു പരലോകത്തെ സ്ഥാപിക്കുന്നത്. ജർഹ് എന്നാൽ കുറ്റം, പരിക്ക്, അസാധു, അയോഗ്യം, വിമർശനം എന്നൊക്കെയാണ് അർത്ഥം. ഇതിൽ നിന്നാണ് ഇജ്തിറാഹ് ഉണ്ടായത്. കുറ്റം ചെയ്യലാണ് ഇജ്തിറാഹ്. തികച്ചും കുറ്റകരമായ പ്രവൃത്തി ചെയ്യുന്നതിന് ഇജ്തിറാഹു സയ്യിഅത്ത് എന്ന് പറയും. ആളുകൾക്ക് അയോഗ്യത കൽപ്പിക്കുന്നതിനും തീർപ്പ് അസാധുവാക്കുന്നതിനും തജ്രീഹ് എന്ന് പറയും. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവരുടെ യോഗ്യതയും അയോഗ്യതയും ചർച്ച ചെയ്യുന്നതിന് അത്തഅദീൽ വ തജ്രീഹ് എന്നാണ് പറയുക. ശസ്ത്രക്രിയക്ക് പറയുന്ന വാക്ക് ജിറാഹത്ത് എന്നാണ്. പരലോകം സത്യമാണ് എന്നതിന് ധാർമ്മികമായ ഒരു ന്യായമുണ്ട്. ധർമ്മങ്ങളിൽ പുണ്യവും പാപവും ഏറെ വ്യത്യസ്തമാണ്. കർമ്മങ്ങളിൽ നന്മയും തിന്മയും അതുപോലെ തന്നെ അവ വളരെ വ്യത്യസ്തമാണ്. ഇത് ആളുകൾക്കിടയിൽ തർക്കമുള്ള കാര്യമല്ല. വ്യത്യസ്തമായവക്ക് റിസൾട്ട് കൂടി വ്യത്യസ്തമാകണം, ആയേ തീരൂ. നല്ലവരുടെ ഫലമാവരുത് മോശപ്പെട്ട ആളുകൾക്ക്. സന്മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ലഭിച്ചിരിക്കണം. ദുർമാർഗത്തിലൂടെയാണ് ഒരാൾ സഞ്ചരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലവും ലഭിക്കണം. ഇല്ലെങ്കിൽ
ധാർമ്മികമായി നന്മ തിന്മകൾ അർത്ഥമില്ലാത്തവയായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനല്ല എന്ന് വരും. ഭൂമിയിൽ ഒരാൾ ജീവിതകാലം മുഴുവൻ ധാർമ്മിക നിയമങ്ങൾ പാലിക്കുന്നു. അവകാശികളുടെ അവകാശങ്ങൾ അവകാശികൾക്ക് അവകാശപ്പെട്ട അളവിൽ വകവെച്ചു കൊടുക്കുന്നു. നല്ല വഴിയിൽ മാത്രം ആ മനുഷ്യൻ സഞ്ചരിക്കുന്നു. മോശപ്പെട്ട എല്ലാ സുഖങ്ങളും അദ്ദേഹം വേണ്ടെന്ന് വെക്കുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു. ആ മാർഗത്തിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളുണ്ടായാലും അതെല്ലാം സഹിക്കുന്നു. മറ്റൊരാളാവട്ടെ തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ എന്ത് തിന്മയും ചെയ്യുന്നു. സൃഷ്ടികളുടെ അവകാശങ്ങൾ അയാൾ കയ്യേറുന്നു. തനിക്ക് നേട്ടമാകുമെന്ന് വിചാരിക്കുന്ന എല്ലാറ്റിൻ്റെയും പിറകെ അയാൾ ഓടുന്നു. സുഖങ്ങളെ കെട്ടിപ്പുണരുന്നു. ശുനകനെപ്പോലെ സുഖത്തിൻ്റെ പിറകെ സഞ്ചരിക്കുന്നു. തൻ്റെ രസത്തിന് വേണ്ടി ചെയ്യുന്നവ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നൊന്നും അയാൾ നോക്കുന്നില്ല. ഈ രണ്ട് വിഭാഗവും ജനങ്ങളുടെ മുന്നിൽ പോലും ഒരുപോലെയല്ല ഉണ്ടാവുക. മറിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്ന നല്ല മനുഷ്യരെ ജനങ്ങൾ വിലമതിക്കും, അവരെ ആദരിക്കും, ബഹുമാനിക്കും, അവരെക്കുറിച്ച് നല്ലത് പറയും, അവർക്ക് നല്ല വില നൽകും. എന്നാൽ തിന്മയിൽ സഞ്ചരിക്കുന്ന അക്രമികളായ ആളുകളെ ജനങ്ങൾ വെറുക്കും, അകറ്റും. നല്ലതൊന്നും അവരെക്കുറിച്ച് പറയാനുണ്ടാവില്ല. മനുഷ്യരുടെ നീതിബോധം പോലും ഈ രണ്ട് വിഭാഗത്തെയും രണ്ടായാണ് കാണുന്നതെങ്കിൽ അള്ളാഹു ഏറ്റവും നീതിമാനാണ്. അതിനാൽ അള്ളാഹു മനുഷ്യരെക്കാൾ ഈ രണ്ട് വിഭാഗത്തെ രണ്ടായി കാണുകയും കൃത്യമായും രണ്ടു കൂട്ടർക്കും എന്താണോ അർഹിച്ചത് അത് നൽകുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ സാമ്രാജ്യത്തിൽ പ്രകൃതി നിയമം എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിയമം മാത്രമല്ല ഉള്ളത്, മറിച്ച് ധാർമ്മിക നിയമം കൂടി ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ മറ്റൊരാളോട് അക്രമം ചെയ്യുന്നു, മനസ്സാക്ഷിയെ എന്നിട്ട് അയാൾ അടിച്ചമർത്തുന്നു, എന്നിട്ട് അക്രമി തന്നെ സന്തോഷിക്കുന്നു. എന്നാൽ ഈ അക്രമിയെ മറ്റൊരാൾ ആക്രമിച്ചാൽ, ഇയാളോട് മറ്റൊരാൾ തിന്മ ചെയ്താൽ, തന്നോട് തിന്മ ചെയ്തവനെ, തന്നെ ആക്രമിച്ചവനെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അയാളുടെ ഉള്ളവും കൊതിക്കും. മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിമർശന മനസ്സ് ഉണ്ട് എന്നത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. എങ്കിൽ ഇതേ വിമർശന മനസ്സ് മരണാനന്തര ജീവിതത്തിന് കൂടി മനുഷ്യൻ ഉൾക്കൊള്ളുന്ന സാക്ഷ്യമാണ് എന്ന കാര്യം ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. താൻ ഉത്തരവാദിയായ നല്ലതും ചീത്തയുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും രക്ഷയോ ശിക്ഷയോ ലഭിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനുഷ്യൻ്റെ മനസ്സ് താൽപ്പര്യപ്പെടുന്നുണ്ട്. അത്തരം രക്ഷാശിക്ഷകൾ പൂർണ്ണമായും നൽകാൻ സാധിക്കുന്ന ഒരു ലോകം മരണാനന്തര ലോകം മാത്രമാണ്. മനുഷ്യനിൽ ബുദ്ധി നൽകി, ധാർമ്മിക ബോധം നൽകി, ഉത്തരവാദിത്തം നൽകി, കൈകാര്യം ചെയ്യാൻ വ്യത്യസ്ത അധികാരങ്ങൾ നൽകി, ആ അധികാരങ്ങൾക്കനുസരിച്ച കഴിവുകൾ നൽകി, ചിന്തിക്കാനും മനസ്സിലാക്കാനും വിവരശേഖരണത്തിനും എല്ലാ സാധ്യതകളും നൽകി. ഇതെല്ലാം അള്ളാഹുവാണ്. അവന് കരുത്തുറ്റ മനസ്സ് പ്രദാനം ചെയ്തതും അള്ളാഹുവാണ്. ശരിയും തെറ്റും നന്മയും തിന്മയും വേർതിരിക്കാൻ കഴിയുന്ന ധാർമ്മിക ബോധവും വിവേചന ശക്തിയും നൽകിയതും അള്ളാഹുവാണ്. അതേ അള്ളാഹു അവനെ അംഗീകരിക്കാനോ നിഷേധിക്കാനോ അനുസരിക്കാനോ ധിക്കരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത റബ്ബ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കണക്ക് നോക്കുക തന്നെ ചെയ്യും. ഈ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കില്ല എന്നതാണ് വാദമെങ്കിൽ അത് ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക്, ചിന്താശേഷിയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സമ്പത്തിൻ്റെയോ സ്ഥാവര ഇളകാത്ത ജംഗമ ഇളകുന്ന സ്വത്തുക്കളുടെയോ സൂക്ഷിപ്പുത്തരവാദിത്തം നാം മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ മുന്നിൽ കണക്ക് പറയാൻ ബാധ്യസ്ഥനാണ്. ഇത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഇത് അംഗീകരിക്കാമെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ
കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നതും അംഗീകരിക്കണം. മരണാനന്തര ജീവിതമില്ലെങ്കിൽ മനുഷ്യൻ മരണത്തോടെ എന്നേക്കുമായി ഇല്ലാതാവുകയാണെങ്കിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ പാഴായി പോകും. അതിന് ഒരു വിലയുമുണ്ടാവില്ല. ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് ഒരു ശിക്ഷയും ലഭിക്കാതെ കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യും. പാഴായി പോകുന്ന സൽക്കർമ്മങ്ങൾക്ക് വില ലഭിക്കാൻ പരലോകം ഉണ്ടായേ തീരൂ. എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഈ ഭൂമിയിൽ പൂർണ്ണമായി പ്രതിഫലം നൽകാൻ കഴിയില്ല. വാഹനത്തിൻ്റെ മുന്നിൽ നിന്ന് സ്വന്തം ജീവൻ പോലും അവഗണിച്ച് അപകടകരമായ രൂപത്തിൽ ഒരു കുട്ടിയെ രക്ഷിച്ച വ്യക്തിക്ക് ജീവൻ രക്ഷിച്ചതിന് പകരം എന്ത് പ്രതിഫലമാണ് ഭൂമിയിൽ കൊടുക്കാൻ കഴിയുക? ഒരു പ്രതിഫലവും ജീവന് പകരമാകില്ല. രക്ഷയോ ശിക്ഷയോ എല്ലാ കാര്യത്തിലും ഭൂമിയിൽ സാധ്യമാകില്ല. മനുഷ്യരുടെ കർമ്മങ്ങൾ വിവിധങ്ങളാണ്, വ്യത്യസ്തങ്ങളാണ്. തലമുറകൾ നീണ്ടു നിൽക്കുന്ന നന്മകൾക്ക് നേതൃത്വം കൊടുത്തവരുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. അവരുടെ മരണശേഷവും അവരിലൂടെ നാം പെടുത്ത നന്മ പടർന്ന് പന്തലിച്ച് വിള നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി പേരുടെ ഇരുളടഞ്ഞ ജീവിതത്തിന് പ്രതീക്ഷയുടെ പ്രകാശം നിറഞ്ഞ ചിറകുകൾ അവർ സമ്മാനിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ ജീവിക്കാൻ കുറേ അങ്ങനെയുള്ള ആളുകളെ അവർ പ്രാപ്തമാക്കിയിട്ടുണ്ട്. നിത്യയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനവധി മാറാരോഗികൾക്ക് ആശ്വാസത്തിനായി പഠന ഗവേഷണങ്ങളിലൂടെ മരുന്ന് കണ്ടെത്തിയവരുണ്ട്. അന്യരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം ജീവൻ ബലി കഴിക്കേണ്ടി വന്നവരുണ്ട്. ഇങ്ങനെ എത്രയോ നന്മകളുടെ വൻമരങ്ങൾ, മഹാവൃക്ഷങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. അവർക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങളുടെ കൃത്യമായ പ്രതിഫലം നൽകാൻ ഈ ലോകത്ത് ഒരിക്കലും സാധ്യമേയല്ല. അവയുടെ ആഴവും തോതും കണക്കാക്കാൻ പോലും മനുഷ്യൻ അശക്തനാണ്. ഇതിൻ്റെ മറുവശമാകട്ടെ നിരവധി സ്ത്രീകളെ വിധവയാക്കിയ, അനവധി കുഞ്ഞുങ്ങളെ അനാഥമാക്കിയ, അനേകം കുടുംബങ്ങളെ നിരാലംബരാക്കിയ എത്രയോ ക്രൂരകൃത്യങ്ങൾ ഈ ഭൂമിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൈശാചികതയുടെ മൂർത്തരൂപങ്ങളായ അത്തരം അക്രമികളെ പിടികൂടി പൂർണ്ണമായി ശിക്ഷ നൽകാനും മനുഷ്യന് കഴിയില്ല. എല്ലാവരെയും പിടികൂടുകയും കോടതിയിൽ ഹാജരാക്കുകയും വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുകയും ചെയ്തു എന്ന് തന്നെ സങ്കല്പിക്കുക. എന്നാൽ 100 പേരെ കൊന്ന കൊലയാളിക്കും 10 പേരെ വധിച്ച ഘാതകനും ഒരാളെ കൊന്ന വ്യക്തിക്കും ഈ ഭൂമി ലോകത്ത് ഏത് ന്യായാധിപനും വിധിക്കാൻ കഴിയുന്ന അവസാന ശിക്ഷ ഒരു വധശിക്ഷ മാത്രമാണ്. അതോടൊപ്പം ഈ കൊലപാതകികൾ മുഖേന ആരെല്ലാം ഭൂമിയിൽ നിന്നും ഇല്ലാതായോ അവരുടെ ആശ്രിതർക്ക് സംഭവിച്ച കഷ്ടനഷ്ടങ്ങൾ ആരാണ് കണക്കാക്കുക? എന്നാൽ മനുഷ്യരുടെ മനസ്സറിയുന്ന, അവരുടെ പ്രവർത്തനങ്ങളുടെ ആഴമറിയുന്ന, വ്യാപ്തി അറിയുന്ന, ലക്ഷ്യമറിയുന്ന നീതിമാനായ കരുണാവാരിധിയായ അള്ളാഹു കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകുന്ന ഒരു വേദി സംവിധാനിച്ചിട്ടുണ്ട്. ഇന്നമാ തുജിസൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും പ്രതിഫലം ലഭിക്കുക അന്ത്യനാളിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ചാണ്. അവിടെ ഭൗതിക ലോകത്തുള്ളതുപോലെയുള്ള അനർഹമായ ഇടപെടലുകളോ വ്യത്യസ്ത ആളുകളെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കലോ ഉണ്ടാവുകയില്ല. പരലോകമെന്ന വലിയ ആ യാഥാർത്ഥ്യം സംഭവിക്കുമ്പോൾ ഉറപ്പായും എല്ലാവർക്കും ഏറ്റവും അർഹിച്ച ശിക്ഷയാണ് ലഭിക്കുക. 100,000-ൽ പരം പ്രവാചകന്മാരും അവരിൽ പലർക്കും ലഭിച്ച വേദഗ്രന്ഥങ്ങളും മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നാണ് പരലോകമെന്നത്. വിശുദ്ധ വേദഗ്രന്ഥങ്ങളിൽ ഒടുവിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ മൊത്തം പ്രതിപാദ്യത്തിൻ്റെ 1/3 പരലോകമാണ്. കളിതമാശയായിട്ടല്ല, വളരെ ഗൗരവത്തിലാണ്, വളരെ യാഥാർത്ഥ്യത്തോടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് 22-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്. വ ഖലഖല്ലാഹു സമാവാതി വൽ അർള ബിൽ ഹഖ് വലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് വഹും ലാ യുദ്ലമൂൻ. ആകാശഭൂമികളെ അള്ളാഹു വളരെ കാര്യഗൗരവത്തോടെയാണ്, ഹക്കായാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ ആത്മാവിനും അത് സമ്പാദിച്ചതിൻ്റെ പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയാണ് അത്. അവരോടൊന്നും
ഒട്ടും അനീതി ചെയ്യപ്പെടുകയില്ല എന്നാണ് ഈ സൂക്തം പറയുന്നത്. വിനോദമല്ല, ഉല്ലാസമല്ല, സമയം പാഴാക്കലല്ല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം. അതൊരു യുക്തിഭദ്രമായ സംവിധാനമാണ്. മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആകാശഭൂമികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതും സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ അവയെ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുഷ്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോയ ആളുകൾ മരിച്ചു മണ്ണായി പോയാൽ ആർക്കും ഒരു ഫലവും കിട്ടില്ല എന്നതാണ് സത്യനിഷേധികളുടെ വാദമെങ്കിൽ, ആസൂത്രിതമായ ഈ പ്രപഞ്ച സംവിധാനത്തിന് ഇങ്ങനെയാണ് ഒടുക്കമെങ്കിൽ ഈ പ്രപഞ്ചം അല്ലാഹു കളിക്കുന്ന കുട്ടിയുടെ കയ്യിലെ കളിക്കോപ്പ് പോലെ പടച്ചതാണ് എന്ന് പറയേണ്ടി വരും. അല്ലാഹു ഉദ്ദേശപൂർവ്വം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം ഒരിക്കലും അങ്ങനെയല്ല. ഈ പ്രപഞ്ചം തന്നെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, മരണാനന്തര ജീവിതം സത്യമാണ് എന്ന സത്യം. പ്രപഞ്ചത്തെ സത്യസന്ധമായി ഗൗരവത്തിൽ പടച്ചത് ഓരോ മനുഷ്യനും അവൻ സമ്പാദിച്ചതിൻ്റെ പ്രതിഫലം നൽകാനാണ്. അല്ലാഹു ആരോടും അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞാണ് ഈ സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. അക്രമികൾക്ക് അവരുടെ അക്രമത്തിന് ശിക്ഷയും നല്ല വ്യക്തികൾക്ക് അവരുടെ സൽപ്രവർത്തനങ്ങൾക്ക് പ്രതിഫലവും ലഭിക്കുന്നില്ലെങ്കിൽ, മർദ്ദിതരുടെ ആവലാതി പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വലിയ അനീതിയായി മാറും. അള്ളാഹുവിൻ്റെ ദിവ്യ വ്യവസ്ഥയിൽ, പരിശുദ്ധ ദീനിൽ അങ്ങനെ ഒരു അനീതി ഉണ്ടാവുകയില്ല. നല്ല വ്യക്തികൾക്ക് അവർ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ പ്രതിഫലം ലഭിക്കുകയോ ചീത്ത വ്യക്തികൾക്ക് അവർ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ശിക്ഷ ലഭിക്കുകയോ ചെയ്യില്ല. നീതിയുക്തമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹു ഇതിലും കൃത്യമായി നീതി പാലിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഭൂമിയിൽ ആർക്കും നൽകാനാവാത്ത അത്രയും കൃത്യമായ പ്രതിഫലം അല്ലാഹു നൽകും. ഈ രണ്ട് വിഭാഗങ്ങളിൽ ഇജ്തിറാഹാത്തു സയ്യിആത്ത്, ഈമാൻ അമലു സ്വാലിഹാത്ത്, തിന്മകളിലൂടെ കൊടും കുറ്റകൃത്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരും ഈമാൻ അമലു സ്വാലിഹാത്ത് വിശ്വാസത്തിലൂടെ സൽക്കർമ്മത്തിലൂടെ മുന്നോട്ട് പോകുന്നവരുമായ രണ്ട് വിഭാഗമുണ്ടാകുമ്പോൾ തീർച്ചയായും വിശ്വാസവും സൽക്കർമ്മവും മുറുകെ പിടിക്കുന്നവരുടെ കൂടെയാവണം നമ്മൾ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ഉറപ്പായ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പൂർണ്ണമായ അർത്ഥത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ സുഖാനുഭൂതി അനുഭവിക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.